Hi all of you. Today we will discuss reciprocal lattice and X-ray diffraction. So നമ്മളൊരു പുതിയ ലാറ്റിസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ് റെസിപ്രോക്കൽ ലാറ്റിസ്. എങ്ങനെ നമ്മൾ റെസിപ്രോക്കൽ ലാറ്റിസിനെ ഡിഫൈൻ ചെയ്യുമെന്ന് നോക്കാം. സാധാരണ കേസിൽ നമ്മൾ പഠിച്ച ലാറ്റിസിനെ നമ്മൾ ഇനി ഡയറക്റ്റ് ലാറ്റിസ് എന്നാണ് പേര് പറഞ്ഞ് വിളിക്കാൻ പോവുക. റെസിപ്രോക്കൽ ലാറ്റിസിന്റെ ഇൻട്രൊഡക്ഷനോടുകൂടി നമ്മൾ സാധാരണ വിളിക്കുന്ന ലാറ്റിസിനെ നമ്മളിനി ഡയറക്റ്റ് ലാറ്റിസ് എന്നായിരിക്കും നെയിം കൊടുക്കുക. അപ്പോൾ ഡയറക്റ്റ് ലാറ്റിസിന്റെ ബേസിസ് വെക്ടേഴ്സിനെ പറ്റി നമുക്കറിയാം. ഈ കഴ്സർ കാണുന്നുണ്ടെന്നുണ്ടല്ലോ നിങ്ങൾ, എ, ബി ആൻഡ് സി ഡയറക്റ്റ് ലാറ്റിസ്. അങ്ങനെയാണെങ്കിൽ എ ന്യൂ ബേസിസ് വെക്ടർ എ സ്റ്റാർ, ബി സ്റ്റാർ ആൻഡ് സി സ്റ്റാർ ക്യാൻ ബി introduced, which obeys the relation A star is equal to 2 pi by omega c into B cross C, B star is equal to 2 pi by omega c into C cross A, and C star is equal to 2 pi by omega c into A cross B. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന omega c is nothing but the volume of the unit cell. Parallelepiped ആണ് അല്ലേ, volume of the unit cell. And നമുക്കറിയാം വോളിയം ഓഫ് ദ പാരലോപിപ്പഡ് ഹാവിംഗ് സൈസ് എ ബി സി ഇസ് ഈക്വൽ ടു എ ഡോട്ട് ബി ക്രോസ് സി. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇത്. പാരലോപിപ്പഡിന്റെ വോളിയം കാണാനുള്ള ഫോർമുല നമ്മൾ ഓൾറെഡി കുഞ്ഞു ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് എ ഡോട്ട് ബി ക്രോസ് സി. ഓക്കെ, സോ ഒന്നുകൂടെ പറയാം എന്താണത് സംഭവിച്ചത്. ഡയറക്റ്റ് ലാറ്റിസ് ഉണ്ട് നമുക്ക് ഓൾറെഡി. അതിന്റെ ബേസിസ് വെക്ടേഴ്സ് എ, ബി ആൻഡ് സി ആണ്. അങ്ങനെയാണെങ്കിൽ ദർ ഇസ് എ ന്യൂ സെറ്റ് ഓഫ് ബേസിസ് വെക്ടർ എ സ്റ്റാർ, ബി സ്റ്റാർ, സി സ്റ്റാർ വിച്ച് ഒബേസ് ദ റിലേഷൻ എ സ്റ്റാർ ഇസ് ഈക്വൽ ടു ഏതൊക്കെ തമ്മിലുള്ള റിലേഷൻ? പുതിയ ലാറ്റിസ് വെക്ടേഴ്സും ബേസിസ് വെക്ടേഴ്സും പഴയ ബേസിസ് വെക്ടറും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടാവും. ആ റിലേഷനാണിത് 2 പൈ ബൈ ഒമേഗ സി ഇൻറ്റു ബി ക്രോസ് സി. ഇവിടെ എ സ്റ്റാർ ആണ് എങ്കിൽ ഇവിടെ ബി ക്രോസ് സി ആയിരിക്കും, ഇവിടെ ബി സ്റ്റാർ ആണ് എങ്കിൽ സി ക്രോസ് എ ആയിരിക്കും. അങ്ങനെ സൈക്ലിക് ആയിട്ട് പോകും. സി സ്റ്റാർ ആണെങ്കിൽ എ ക്രോസ് ബി ആയിരിക്കും. ഇതിന്റെ എല്ലാം ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് വോളിയം ഓഫ് ദ യൂണിറ്റ് സെൽ വിച്ച് ഈസ് ദ പാരലോപിപ്പഡ് ഹാവിംഗ് സൈഡ് എ, ബി ആൻഡ് സി. ദെൻ ദ വോളിയം ഓഫ് പാരലോപിപ്പഡ് ആസ് യൂഷ്വൽ യു നോ എ ഡോട്ട് ബി ക്രോസ് സി. ഓക്കെ, we can use these vectors A star, B star and C star as the basis vectors of a new lattice whose vector is given by, whose translational vector is given by. അപ്പോൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയ റെസിപ്രോക്കൽ ലാറ്റിസിലെ ബേസിസ് വെക്ടേഴ്സ് ആണ് ഈ എ സ്റ്റാർ, ബി സ്റ്റാർ ആൻഡ് സി സ്റ്റാർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ലാറ്റിസിലെ ട്രാൻസ്ലേഷണൽ വെക്ടർ എന്ന് പറയുന്നത് GN എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. റെസിപ്രോക്കൽ ലാറ്റിസിലെ ട്രാൻസ്ലേഷൻ വെക്ടർ എന്ന് പറയുന്നത് GN ആണ്. where GN is equal to N1 A star plus N2 B star plus N3 C star. നമ്മൾ അവിടെ ട്രാൻസ്ലേഷൻ വെക്ടർ എന്ന് T ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഏത് ഡയറക്റ്റ് ലാറ്റിസിലെ. അപ്പൊ ഇവിടെ എന്തോ ആയിരുന്നു ട്രാൻസ്ലേഷൻ വെക്ടർ? N1A plus N2B plus N3C എന്നായിരുന്നു ട്രാൻസ്ലേഷണൽ വെക്ടർ റെപ്രസെന്റഡ് ഇൻ ദ ഡയറക്റ്റ് ലാറ്റിസ്. അങ്ങനെയാണെങ്കിൽ ട്രാൻസ്ലേഷൻ വെക്ടർ ഇൻ ദ റെസിപ്രോക്കൽ ലാറ്റിസ് ഈസ് ഗിവൺ ബൈ N1 A star plus N2 B star plus N3 C star. അപ്പോൾ once we have this A star, B star and C star by എന്താണ് giving a translational vector, എന്താണ് we will move on to next location of the reciprocal lattice. റെസിപ്രോക്കൽ ലാറ്റിസിലെ മറ്റൊരു ലൊക്കേഷനിലേക്ക് ഈ ട്രാൻസ്ലേഷൻ വെക്ടർ ആ പോയിന്റിനെ കൊണ്ടുപോകും. മനസ്സിലായോ? അങ്ങനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമുക്ക് വലിയൊരു റെസിപ്രോക്കൽ ലാറ്റിസ് അവിടെ ഉണ്ടാക്കിയെടുക്കാം. ഒരു പോയിന്റ് ഉണ്ട് എങ്കിൽ നമ്മൾ we will apply the translation vector and the whole റീജിയനിൽ നമുക്ക് ഈ റെസിപ്രോക്കൽ ലാറ്റിസിനെ ഇങ്ങനെ വ്യാപിപ്പിക്കാനായിട്ട് ഈ ട്രാൻസ്ലേഷണൽ വെക്ടർ നമുക്ക് സഹായിക്കും. where N1 and N2 and N3 are any set of integers, the lattice above defined is called reciprocal lattice, and A star, B star and C star are called reciprocal basis vectors. Understand? So reciprocal lattice is new to everyone and it is defined as a new lattice in which A star, B star and C star provide us the basis vectors there, and they are having a relation with the direct basis vectors
As said earlier, A star is equal to 2 pi by omega c into B cross C, where omega c is the volume of the unit cell, which is a parallelepiped, and volume of parallelepiped is A dot B cross C. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഒരു പുതിയ ലാറ്റിസിന് നമ്മൾ ഇൻട്രൊഡക്ഷൻ കൊടുത്തു. നമ്മൾ പറഞ്ഞു എ സ്റ്റാറും ബി സ്റ്റാറും സി സ്റ്റാറും എന്തായിരിക്കും, പിന്നെ ബേസിസ് വെക്ടേഴ്സ് ടു ദ റെസിപ്രോക്കൽ ലാറ്റിസ് എന്നാണ് അല്ലേ. എ സ്റ്റാർ ഈസ് നോർമൽ ടു ദ പ്ലെയിൻ ഡിഫൈൻഡ് ബൈ ബി ആൻഡ് സി. ബിയുടെയും സിയുടെയും ആ ഫിഗർ നോക്കുമ്പോൾ അറിയാം, ബിയുടെയും സിയും ഉണ്ടാക്കിയിരിക്കുന്ന റീജിയന് നോർമലായിട്ടായിരിക്കും ആര്, എ സ്റ്റാർ. മീൻസ് ബിയും സിയും നമുക്കറിയാം, എയും ബിയും സി എന്ന് പറയുന്നത് 3 ബേസിസ് വെക്ടേഴ്സ് ആണ് എങ്കിൽ കണ്ടോ, എ ബി ആൻഡ് സി, ദേ ഫോം എ ഓർത്തോഗണൽ ഗ്രൂപ്പ്. ദെൻ എ സ്റ്റാർ ഇതാണ്, എ സ്റ്റാർ ഈസ് ദ basis vector to reciprocal lattice which is which is normal to the plane made by B and C. B യും C യും ഉണ്ടാക്കുന്ന പ്ലെയിനിന്റെ നോർമൽ ആയിട്ടായിരിക്കും എ സ്റ്റാർ ഉണ്ടാകുക. സപ്പോസ് ബി എന്ന് പറയുന്ന എലോങ് വൈ ആക്സിസും സി എന്ന് പറയുന്ന എലോങ് ഇസഡ് ആക്സിസും ആണ് എങ്കിൽ നമുക്കറിയാം വൈ ഇസഡ് പ്ലെയിൻ ആണ് ബിയും സിയും കൂടെ ഉണ്ടാക്കിയേക്കുന്നത്. വൈ ഇസഡ് പ്ലെയിനിന് നോർമലായിട്ട് എന്ന് പറയുമ്പോൾ എ സ്റ്റാർ എന്ന് പറയുന്നത് എക്സ് ആക്സിസിലേക്കായിരിക്കും അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? സോ ദാറ്റ് ഈസ് ദ മാത്തമെറ്റിക്കൽ പാർട്ട്. എ സ്റ്റാർ ഡോട്ട് എ എന്ന് പറയുന്നത് എന്താണ്? എ സ്റ്റാർ നമ്മൾ നേരത്തെ പറഞ്ഞു 2 പൈ ബൈ ഒമേഗ സി എന്നുള്ളത് എ ഡോട്ട് ബി ക്രോസ് സി ഇൻറ്റു ബി ക്രോസ് സി. ഇത് എ സ്റ്റാർ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡോട്ട് എയും കൂടെ ഡോട്ട് എടുത്തു. അപ്പൊ എന്താ, മേളിലും എ ഡോട്ട് ബി ക്രോസ് സി ആയി, താഴെ എ ഡോട്ട് ബി ക്രോസ് സി ആയി. സോ ദേ വിൽ ക്യാൻസൽ ഔട്ട് ആൻഡ് വി ഗോട്ട് എന്താണ്, ഒരു ഡിസ്ക്രീറ്റ് വാല്യൂ ആണ് നമുക്ക് കിട്ടിയത്, വിച്ച് ഈസ് ഈക്വൽ ടു 2 പൈ. അപ്പൊ എ സ്റ്റാർ ഡോട്ട് എ 2 പൈ ആണ് എങ്കിൽ തീർച്ചയായിട്ടും ബി സ്റ്റാർ ബി എന്ന് പറയുന്നത് 2 പൈ ആയിരിക്കും, സി സ്റ്റാർ സി എന്ന് പറയുന്നത് 2 പൈ ആയിരിക്കും. ഇനി നമുക്ക് അൺലൈക്ക് ആയിട്ടുള്ള ബേസിസ് വെക്ടേഴ്സ് എടുക്കാം. അതായത് എ സ്റ്റാറും ബിയും കൂടെ ആണെങ്കിലോ, അപ്പൊ നമുക്കിവിടെ എന്ത് വരും, എ സ്റ്റാർ സെയിം തന്നെയാണ്, ഡോട്ട് ബി എന്ന് വരും അല്ലെ. ഇവിടെ ഡോട്ട് ബി ക്രോസ് സി ഡോട്ട് ബി എന്ന് വരും. അപ്പൊ എന്താ സംഭവിക്കുക, രണ്ടെണ്ണത്തിന്റെ സെയിം ഡോട്ട് പ്രോഡക്റ്റ് വരും. ഇപ്പൊ സൈൻ 0 വരും അല്ലെ. ബി ഡോട്ട് എ ക്രോസ് സി ഡോട്ട് എ എന്നെടുക്കുമ്പോ ഈ ബി ഡോട്ട് ബി എന്ന് പറയുന്നത് എന്തായിപ്പോ, ഇവിടെ എ സ്റ്റാർ ഡോട്ട് ബിയുടെ കേസാണ് പറയുന്നത്. ബി ഡോട്ട് ബി എന്ന് പറയുന്നത് സൈൻ 0 വരും അല്ലേ ഇടയ്ക്ക്. സൈൻ 0 ഈസ് 0. സോ അൺലൈക്ക് ആയിട്ടുള്ള റെസിപ്രോക്കൽ ലാറ്റിസിലെ ബേസിസ് വെക്ടറും പിന്നെ ഡയറക്റ്റ് ലാറ്റിസിലെ ബേസിസ് വെക്ടറും കൂടെ ഡോട്ട് എടുക്കുമ്പോൾ ഇറ്റ് വിൽ ബിക്കം 0 ഓൾ ഓഫ് ദം. എ സ്റ്റാർ ഡോട്ട് ബി, ബി സ്റ്റാർ ഡോട്ട് എ, സി സ്റ്റാർ, അങ്ങനെ അൺലൈക്ക് ആയിട്ട് വരുന്നതെല്ലാം 0 ആയി മാറും. ഇനി ലൈക്ക് ആയിട്ട് വരണം എ സ്റ്റാർ ഡോട്ട് എ, ബി സ്റ്റാർ ഡോട്ട് ബി ആൻഡ് സി സ്റ്റാർ ഡോട്ട് സി, ഇറ്റ് വിൽ ബിക്കം 2 പൈ. ഓക്കെ. ഇനി നമ്മൾ റെസിപ്രോക്കൽ ലാറ്റിസിനെ എങ്ങനെ 1 ഡയമെൻഷനലി റെപ്രസെന്റേറ്റ് ചെയ്യാം, ഒരു 2 ഡയമെൻഷനലി എങ്ങനെ റെപ്രസെന്റേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. സോ ദിസ് ഈസ് ദ ഡയറക്റ്റ് ലാറ്റിസ്. ഈ ഡോട്ട് ഇട്ടിരിക്കുന്നിടത്തെല്ലാം നമുക്കറിയാം ആറ്റംസിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു പിന്നെ 1 ഡയമെൻഷനലിലെ ലാറ്റിസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ അടുത്തടുത്തുള്ള 2 ആറ്റം തമ്മിലുള്ള ബേസിസ് വെക്ടർ എന്ന് പറയുന്ന എ ആണ്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ ലാറ്റിസ് എന്ന് പറയുന്ന ആ പ്ലെയിനിന് നോർമൽ ആയിട്ടുള്ളതായിരിക്കും. ഈ വര കാണിക്കുന്നത് അതിന് പെർപെൻഡിക്കുലർ ആണ് എന്നാണ് അർത്ഥം. ഓക്കെ. ഈ ഡോട്ടഡ് ലൈൻസിനെല്ലാം പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും റെസിപ്രോക്കൽ ലാറ്റിസ് ഉണ്ടാവുക. ഇതൊരു 2 ഡയമെൻഷണൽ ക്രിസ്റ്റൽ ലാറ്റിസ് ആണ്. ഇത് മിഡ് പോയിന്റ് O ആണ്. ഒരു ലാറ്റിസ് വെക്ടർ എ അലോങ് എക്സ് ആക്സിസ് ആൻഡ് ബി അലോങ് വൈ ആക്സിസ്. സിൻസ് ദിസ് ഈസ് എ 2 ഡയമെൻഷണൽ ക്രിസ്റ്റൽ ലാറ്റിസ് ആണ്. ഇനി നമ്മളൊരു റെസിപ്രോക്കൽ ലാറ്റിസിനാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആ റെസിപ്രോക്കൽ ലാറ്റിസ് എന്ന് പറയുന്നത് നമുക്ക് ഇനി അത് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കും. ഈ എ എന്ന് പറയുന്നതിനെയും ബി എന്ന് പറയുന്നതിനെയും അത് 2 ആയിട്ട് കട്ട് ചെയ്യും, പെർപെൻഡിക്കുലർ ആയിട്ട് കട്ട് ചെയ്യും. സോ ഇവിടെയും ഒരു ലാറ്റിസ് വരും, ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് കട്ട് ചെയ്യും, ഇവിടെയും ഒരു ലാറ്റിസ് വരും. അപ്പൊ മൊത്തം എത്രയാവും? 1. എത്ര പ്ലെയിൻ വരും? 1, 2, 3, 4 and 5. ഇതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അതായത് ഇപ്പോൾ ഉള്ള എ എന്ന് പറയുന്ന ലാറ്റിസ് A/2 ആവും, ബി എന്ന് പറയുന്നത് B/2 ആവും. അത് നമ്മൾ ഇനി കാണുമ്പോൾ അത് എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നതെന്ന് പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ആ ദൂരത്തിന് നമ്മൾ പിന്നെ എ എന്നല്ല എ സ്റ്റാർ എന്നും ബി സ്റ്റാർ എന്നുമാണ്
ആ ബേസിസ് വെക്ടേഴ്സിനെ നമ്മൾ പിന്നെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുക. ഒന്നുമില്ലതാ ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ മിഡ് വേയിൽ കട്ട് ചെയ്യും. ആ മിഡ് വേയിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വെർട്ടിക്കലായിട്ട് മാത്രമല്ല ഹൊറിസോണലായിട്ടും കട്ട് ചെയ്യുമ്പോഴത്തേക്കുമാണ് നമുക്ക് ഈ റെസിപ്രോക്കൽ ലാറ്റിസ് കിട്ടുക. അതെങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നു കുറച്ചുകൂടെ വിശദമായിട്ട് താഴെ പറയും. ഇനി നമുക്ക് എന്ത് വേണം? ടു ഫൈൻഡ് എ സ്റ്റാർ, ബി സ്റ്റാർ ആൻഡ് സി സ്റ്റാർ വി യൂസ് ദിസ് ഇക്വേഷൻ. നേരത്തെ പറഞ്ഞ അതേ ഇക്വേഷൻ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുക എ സ്റ്റാറും ബി സ്റ്റാറും സി സ്റ്റാറും കാണാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നത്? ദിസ് റെസിപ്രോക്കൽ. അപ്പൊ ഇനി ഓരോന്ന് എടുത്തു പറയുന്നതാണ്, ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയുകയാണ്. ഒരു സിമ്പിൾ ക്യൂബിക് ലാറ്റിസിന്റെ റെസിപ്രോക്കൽ ലാറ്റിസ് എപ്പോഴും സിമ്പിൾ ക്യൂബിക് തന്നെയായിരിക്കും. അതൊരു വൺ വേർഡ് ക്വസ്റ്റ്യന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. What is the reciprocal lattice of a simple cubic lattice? It is simple cubic lattice itself. Okay? അതിന്റെ വിത്ത് ക്യൂബ് ഓഫ് എഡ്ജ് 2π/a. അതിന്റെ എഡ്ജ് എങ്ങനെയായിരിക്കും? എ എന്ന് പറയുന്ന എഡ്ജുള്ള ഡയറക്ട് ലാറ്റിസിലെ യൂണിറ്റ് സെല്ലിന്റെ സിമ്പിൾ ക്യൂബിക് ആണ് എങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ ലാറ്റിസ് സിമ്പിൾ ക്യൂബിക് ആയിരിക്കും. പക്ഷെ അതിന്റെ ക്യൂബ് എഡ്ജ് എന്ന് പറയുന്നത് 2π/a ആയിരിക്കും. ഇതൊക്കെ നമ്മൾ പ്രൂഫ് പഠിക്കുന്നുണ്ട്. ഇനി താഴോട്ട് അതിന്റെ പ്രൂഫൊക്കെ പഠിക്കുന്നുണ്ട്. പക്ഷെ റെസിപ്രോക്കൽ ഓഫ് എ BCC ഈസ് എ FCC. നമുക്കറിയാം ബോഡി സെന്റേർഡിന്റെ റെസിപ്രോക്കൽ ലാറ്റിസ് എന്ന് പറയുന്നത് ഫേസ് സെന്റേർഡ് ക്യൂബിക് ലാറ്റിസ് ആണ്. ആൻഡ് സോ ഓൺ. ഇതൊക്കെ വേണേ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം കേട്ടോ, ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. പ്രൂവ് ദാറ്റ് സിമ്പിൾ ക്യൂബിക് ലാറ്റിസ് ഓഫ് എ ഡയറക്ട് റെസിപ്രോക്കൽ ലാറ്റിസ് ഈസ് സെയിം ഇറ്റ് സെൽഫ് ആൻഡ് the reciprocal lattice of a BCC is FCC എന്നൊക്കെ പ്രൂവ് ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാം. അപ്പോൾ ഹെൻസ് ദ റെസിപ്രോക്കൽ ലാറ്റിസ് ഈസ് എ ലാറ്റിസ് ഓഫ് that it possesses the same rotational symmetry. അപ്പോൾ ഡയറക്റ്റ് ലാറ്റിസിൽ എന്തൊക്കെ റൊട്ടേഷണൽ സിമെട്രി ആണോ നമുക്ക് തരുന്നത്, എന്തൊക്കെ സിമെട്രി ആണോ തരുന്നത്, അതെല്ലാം റെസിപ്രോക്കൽ ലാറ്റിസിനും സെയിം ആയിരിക്കും. ഓക്കെ, അത് സെയിം ക്രിസ്റ്റൽ സിസ്റ്റത്തിലായിരിക്കും ഫോളോ ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ലാറ്റിസ് ഏത് ക്രിസ്റ്റൽ സിസ്റ്റത്തിലാണോ സെയിം ക്രിസ്റ്റൽ സിസ്റ്റത്തിലായിരിക്കും റെസിപ്രോക്കൽ ലാറ്റിസും ഫോളോ ചെയ്യുക. മോണോക്ലിനിക് ആണെങ്കിൽ മോണോക്ലിനിക് ആയിരിക്കും, ട്രൈക്ലിനിക് ആണെങ്കിൽ ട്രൈക്ലിനിക് ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ സെയിം ക്രിസ്റ്റൽ സിസ്റ്റത്തിൽ തന്നെ ആയിരിക്കും അത് ഫോളോ ചെയ്യുക. പക്ഷെ അവ രണ്ടും ബ്രവൈസ് ലാറ്റിസ് ഒന്ന് തന്നെ വേണം എന്ന് നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ അവിടെ 3-4 പോയിന്റായി. പിന്നെ അതിന്റെ റൊട്ടേഷണൽ സിമെട്രി അല്ലെങ്കിൽ എല്ലാ സിമെട്രിയും സെയിം ആയിരിക്കും, ഒരു പോയിന്റ്. പിന്നെന്താണ്? ഡയറക്റ്റ് ലാറ്റിസ് റെസിപ്രോക്കൽ ലാറ്റിസിനും സെയിം ക്രിസ്റ്റൽ സിസ്റ്റത്തിൽ ഫോളോ ചെയ്യും. പിന്നെ ബ്രവൈസ് ലാറ്റിസ് സെയിം ആവണമെന്ന് ഇല്ല. അങ്ങനെ ഒരു 3 പോയിന്റ് അവിടെ നമ്മൾ പറയുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ക്യൂബിക് ലാറ്റിസ് ആണ് എങ്കിൽ പിന്നെ റെസിപ്രോക്കലും ക്യൂബിക്കിന്റെ ഷേപ്പിൽ തന്നെ ആയിരിക്കും. പക്ഷെ അതിന്റെ 2 എഡ്ജ് തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് 2π/a ആയിരിക്കും. വേർ എ സ്റ്റാർ, ബി സ്റ്റാർ ആൻഡ് സി സ്റ്റാർ ആർ ദ മ്യൂച്വലി പെർപെൻഡിക്കുലർ ബേസിസ് വെക്ടേഴ്സ് ഓഫ് റെസിപ്രോക്കൽ ലാറ്റിസ്. മനസ്സിലായോ? അപ്പൊ നേരത്തെ നമ്മൾ റെസിപ്രോക്കൽ ലാറ്റിസ് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളൊരു ചോദ്യത്തിന് നമ്മൾ കൺസ്ട്രക്ഷൻ ഓഫ് യൂണിറ്റ് സെൽ ഇൻ എ റെസിപ്രോക്കൽ ലാറ്റിസ് എങ്ങനെയാണെന്ന് നോക്കാം. സോ ദിസ് ഈസ് എ 2-dimensional ക്രിസ്റ്റൽ ലാറ്റിസ്. ഡയറക്ട് ക്രിസ്റ്റൽ ലാറ്റിസ് ആണ് കാണിക്കുന്നത്. ഡോട്ടഡ് ലൈൻസ് മാത്രമായിട്ട് 3 പ്ലെയിന് ആണ് നമ്മൾ ഈ ക്രിസ്റ്റൽ സിസ്റ്റത്തിനകത്ത് നമ്മൾ പിന്നെ ഇമാജിൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് O എന്ന് പറയുന്ന ഒരു ഒറിജിൻ എടുക്കാം. ആ O എന്ന് പറയുന്ന ഒറിജിനിൽ അടുത്ത ലാറ്റിസ് പോയിന്റുമായിട്ട് ഉള്ള ദൂരത്തിന് നമ്മൾ A എന്നും അടുത്ത ലാറ്റിസ് പോയിന്റുമായിട്ടുള്ള ദൂരത്തിന് നമ്മൾ B എന്നുമാണ് ഡയറക്റ്റ് ലാറ്റിസിൽ ആകുമ്പോഴത്തേക്ക് നമ്മൾ റെപ്രസെന്റേറ്റ് ചെയ്യുക. അപ്പൊ ഇനി എന്ത് ചെയ്യുന്നറിയാമോ? പോയിന്റ് O എന്ന് പറയുന്ന ഒറിജിനെ അടിസ്ഥാനമാക്കി ഈ എയിൽ A/2 എന്ന് പറയുന്ന ഒരു പെർപെൻഡിക്കുലർ ലൈൻ നമ്മൾ വരയ്ക്കുകയാണ്. ബിയിലാണെങ്കിൽ B/2 എന്ന് പറയുന്ന ഒരു ഹൊറിസോണ്ടൽ ലൈനും വരയ്ക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? അവിടെ ഒരു സ്ക്വയർ ലൈൻ കിട്ടും, അല്ലെങ്കിൽ ഒരു റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ലൈൻ കിട്ടും, അല്ലെ? റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഒരു ഫിഗർ കിട്ടും. ഈ ഒരു റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഫിഗറിനെയാണ് നമ്മൾ യൂണിറ്റ് സെൽ ഓഫ് എ റെസിപ്രോക്കൽ ലാറ്റിസ് എന്ന് പറയുക. നമുക്കറിയാം ഡയറക്റ്റ് ലാറ്റിസിൽ ലാറ്റിസ് പോയിന്റ്സ് വിൽ ബി സിറ്റുവേറ്റഡ് അറ്റ് ദ കോർണേഴ്സ് ഓഫ് ദ യൂണിറ്റ് സെൽ. ഡയറക്റ്റ് ലാറ്റിസിൽ ലാറ്റിസ് പോയിന്റ്സ് എവിടെയായിരിക്കും? യൂണിറ്റ് സെല്ലിന്റെ കോർണേഴ്സിലായിരിക്കും. നേരെ മറിച്ച് റെസിപ്രോക്കൽ ലാറ്റിസിനകത്തുള്ള യൂണിറ്റ് സെല്ലില് ലാറ്റിസ് പോയിന്റ് എന്ന് പറയുന്ന മിഡ് പോയിന്റിലായിരിക്കും, O എന്ന് പറയുന്ന പോയിന്റിലായിരിക്കും.
ഇതിനെ നമ്മൾ ഫസ്റ്റ് ബ്രിലോയിങ് സോൺ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ യൂണിറ്റ് സെൽ ഓഫ് എ റെസിപ്രോക്കൽ ലാറ്റിസ് ഈസ് നോൺ ആസ് ബ്രിലോയിങ് സോൺ, BZ അല്ലെങ്കിൽ ബ്രിലോയിങ് സോൺ എന്നാണ് വിളിക്കുക. മനസ്സിലായോ? എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. ഒരു 2 ഡയമെൻഷണൽ ആണ് എങ്കിൽ നമ്മൾ 2 ഡയമെൻഷണൽ ലാറ്റിസ് എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് 2 ഡയമെൻഷണൽ ലാറ്റിസിലെ നമുക്ക് ലൈൻ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. 3 ഡയമെൻഷണൽ ലാറ്റിസ് ആകുമ്പോൾ ഇവിടെ ലൈനിന് പകരം അതൊരു പ്ലെയിൻ ആവും. മനസ്സിലായോ? 3 ഡയമെൻഷണൽ ആകുമ്പോൾ ഈ നമ്മൾ കട്ട് ചെയ്യുന്നത് ഒരു ലൈൻ അല്ല, അതിനെ ഒരു പ്ലെയിൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവിടെ 2 ഡയമെൻഷണൽ എന്ന് പറയുന്നത് വളരെ എടുത്തു പറയേണ്ട കാര്യമാണ്. 2 ഡയമെൻഷണൽ ലാറ്റിസ് ഒരു 3 പ്ലെയിൻസിൽ നമ്മൾ കൺസിഡർ ചെയ്യുക. എന്നിട്ട് മിഡ് പോയിന്റിനെ O എന്ന് പറയുന്ന ഒറിജിനാക്കി കൺസിഡർ ചെയ്യുക. എന്നിട്ട് ഡയറക്റ്റ് ലാറ്റിസിൽ A ആണെങ്കിൽ A/2ന്റെ അവിടെ നമ്മളൊരു മിഡ് പോയിന്റ് പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു അറ്റ് ഐദർ സൈഡ്. ദെൻ വി ഓൾസോ ഡ്രോ ദ perpendicular midway between the origin as well as the next lattice point B/2. ഇവിടെയും താഴെയും B/2 വരയ്ക്കുന്നു. ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്യുന്ന ഏരിയ എൻക്ലോസ് ചെയ്യുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ ബ്രിലോയിങ് സോൺ എന്ന് പറയുക. ഇതിനെയാണ് നമ്മളൊരു യൂണിറ്റ് സെല്ലായിട്ട് റെസിപ്രോക്കൽ ലാറ്റിസിനകത്ത് കൺസിഡർ ചെയ്യുക. ഡയറക്റ്റ് ലാറ്റിസിനകത്ത് നമ്മൾ കോർണേഴ്സിലാണ് ലാറ്റിസ് പോയിന്റ് എങ്കിൽ ഇവിടെ നമ്മൾ മിഡ് പോയിന്റിലാണ് ലാറ്റിസ് പോയിന്റ് കൺസിഡർ ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ അവിടെ വരച്ചേക്കുന്നത്. ഫസ്റ്റ് ബ്രിലോയിങ് സോൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഒറിജിൻ എടുത്തിട്ട് വരയ്ക്കുന്നതിനെയാണ് ഫസ്റ്റ് ബ്രിലോയിങ് സോൺ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ബ്രിലോയിങ് സോണും തേർഡ് ബ്രിലോയിങ് സോണും ഒക്കെ എങ്ങനെ വരയ്ക്കാം? ഫസ്റ്റ് ബ്രിലോയിങ് സോൺ കിട്ടിക്കഴിഞ്ഞാൽ അതിനൊരു ട്രാൻസ്ലേഷണൽ വെക്ടറിന്റെ ഓപ്പറേഷനിലൂടെ വി ക്യാൻ ഗോ ടു ദ സെക്കൻഡ് ബ്രിലോയിങ് സോൺ. ഓക്കെ, അങ്ങനെ നമുക്ക് ട്രാൻസ്ലേഷണൽ ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ തേർഡ് ഫോർത്ത് അങ്ങനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ദ ഹോൾ റെസിപ്രോക്കൽ ലാറ്റിസിനെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഈ ഓരോ ബ്രിലോയിങ് സോണിനെ നമ്മൾ വിളിക്കുന്ന പേര് ഓരോ യൂണിറ്റ് സെൽസ് ഓഫ് റെസിപ്രോക്കൽ ലാറ്റിസ് ആയിട്ടാണ്. മനസ്സിലായോ? Because it all satisfies all the necessary requirement corresponding to the lattice falls precisely at the cell. നമ്മൾ എങ്ങനെയാണോ ഒരു യൂണിറ്റ് സെല്ല് ഡയറക്റ്റ് ലാറ്റിസിൽ പെരുമാറുക അതുമാതിരിയായിരിക്കും ഈ ബ്രിലോയിങ് സോണ് റെസിപ്രോക്കൽ ലാറ്റിസിലെ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്ത് ആണ് കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് അതിന്റെ യൂണിറ്റ് സെൽ എന്ന് പറയാൻ കാരണം. ഓക്കെ, അപ്പോൾ ഇത് 2 ഡയമെൻഷണൽ കേസിൽ നമ്മൾ 3 ഡയമെൻഷണൽ ആണ് എങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് ഡ്രോയിങ് എ ലൈൻ വി വിൽ ടെൽ the plane will bisect the midway എന്ന് നമ്മൾ പറയും. ഓക്കെ, സിമ്പിൾ ക്യൂബിക്കിലാണ് എങ്കിൽ നമ്മളിപ്പോൾ കണ്ടതാണ് എന്താണ് 2π/a ആയിരിക്കും അതിന്റെ എഡ്ജിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ ആ ഫിഗറിൽ കണ്ടതാണ് 2π/a ആയിരിക്കും അതിന്റെ എഡ്ജ്. വൈ? ബിക്കോസ് എന്താണ് 2π/a എന്ന് പറയാൻ കാരണം എന്താ? A*.a ആണ് 2π/a അല്ലേ? 2π സോറി A*.a നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു സെക്കൻഡ്, ഇതാ A*.a എന്താ? 2π. അപ്പൊ A* എന്താ? 2π/a. മനസ്സിലായോ? അങ്ങനെയാണ് അവിടെ 2π/a എഡ്ജായിട്ട് കിട്ടുന്നത്. അല്ലാതെ അത് നമ്മൾ അസ്യൂം ചെയ്യുന്നതോ അങ്ങനെ ഒരു ഹൈപ്പോത്തറ്റിക് ആയിട്ട് കൊണ്ടുവരുന്നതോ അല്ല. ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ മാത്തമാറ്റിക്കൽ റിലേഷൻ ബിറ്റ്വീൻ A* ആൻഡ് A. Understand? Okay, then we will go to